പലപ്പോഴും പലയിടത്തുനിന്നും പല പേരൻസും എന്നോട് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ഒരു കൺസേൺ ആണിത്. അതായത് ദേഷ്യം വരുമ്പം ഞാൻ എൻ്റെ കൊച്ചിനെ വല്ലാതെ ചീത്ത പറയും, വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇതിനിപ്പോൾ എന്താ ചെയ്യുക? ദേഷ്യം വരുമ്പോൾ എന്താ പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യുക? നമ്മളെല്ലാവരും നോർമലായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഓക്കെ, അപ്പം ഈ ദേഷ്യം, സങ്കടം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇമോഷനാണ്. ഓൾറൈറ്റ്. അപ്പം ദേഷ്യം വരുമ്പം നമുക്ക് തോന്നിയത് കുട്ടിയോട് നമ്മൾ പറയും, അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളോട് പറയരുത്. വൈ? ബിക്കോസ് അവരുടെയൊക്കെ മനസ്സൊരു ചെറിയ സ്പോഞ്ച് പോലെയാണ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് വലിച്ചെടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചില വാക്കുകളായിട്ട് സെലക്റ്റീവായിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോയി അത് അവരുടെ ചിലപ്പോൾ ലൈഫ് ടൈം അവരുടെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ചിലപ്പോൾ ഓർമ്മ പോലും ഇല്ലാണ്ട് പറയുന്ന ഈ ചില വാക്കുകൾ അവരുടെ ഉള്ളിൽ പച്ച കുത്തിയതുപോലെ ഉണ്ടാവും. സോ അങ്ങനെ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഒരിക്കലും ദേഷ്യം വരുമ്പം നീ യൂസ്ലെസ് ആണ്, യു ആർ സോ ഡം, നിന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല, ഇങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും പറയരുത്. രണ്ടാമത്, ഒരിക്കലും നമ്മൾ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യരുത്. അതായത് നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടും 2 രീതിയിൽ ടാലൻറ്റഡ് ആയിരിക്കും. സോ ആസ് എ പേരൻറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ 2 കുട്ടികളിൽ 2 കുട്ടികൾക്കുമുള്ള ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മൂത്ത ആൾക്കുള്ള ടാലൻറ്റിന് വെച്ച് അവനെ പോലെ അല്ല ഇളയാളെന്നോ, അല്ലെങ്കിൽ ഇളയാളുടെ ഒരു ബിഹേവിയർ വെച്ച് അതുപോലെ അല്ല മൂത്ത ആളെന്ന് വെച്ച് അവർ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതല്ല. ഒരു കാര്യം നിങ്ങൾ ആസ് എ പേരൻറ്റ് മനസ്സിലാക്കേണ്ടത്, നാളെ നമ്മുടെ മക്കളുടെ ലൈഫിൽ നമ്മളില്ലാത്തൊരു ദിവസം വരുമ്പം ഒന്നിച്ച് ജീവിക്കുന്നത് ഇവരാണ്. ഈ സിബ്ലിങ്സ് ആയിട്ട് ഇവരാണ് ഒന്നിച്ച് പോകേണ്ടത്. അപ്പോൾ ഒരിക്കലും അവർ തമ്മിലൊരു കമ്പാരിസൺ വരുത്തി, അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വരുത്തി, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ ആസ് എ പേരൻറ്റ് നിങ്ങൾ കാരണമായിരിക്കരുത്. മൂന്നാമത്, ഒരിക്കലും ചീത്ത പറയുമ്പം നിങ്ങൾക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയുടെ സ്വഭാവമാണ്, അത് കണ്ടല്ലേ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരിക്കലും പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യരുത്. വൈ? ബിക്കോസ് നിങ്ങളുടെ കുട്ടി അത് കണ്ടിട്ടാണ് നിങ്ങളുടെ സ്പൗസിനെ വാല്യൂ ചെയ്യുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ സ്വന്തം ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത കുഞ്ഞിന് വരുന്നത്. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് നിങ്ങളുടെ മക്കളായിത്തീരുക. എപ്പോഴും ഒരിക്കലും നിങ്ങളുടെ മക്കളെക്കുറിച്ചൊരു നെഗറ്റീവ് തോട്ട് നിങ്ങൾക്ക് വരരുത്. അയ്യോ എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോകുമോ, അയ്യോ എൻ്റെ മോൾ ഇങ്ങനെ ചീത്തയാകുമോ, അങ്ങനത്തെ ഒരു തോട്ട് ഒരിക്കലും പാടില്ല. കാരണം ഇതെല്ലാം ഒരു എനർജി പാസ്സാണ്. ഓക്കെ, സോ ഓൾവേസ് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ മക്കളാണ്, അവർ നന്നായിട്ടേ വരുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ അതുപോലെയേ വളരുള്ളൂ. ഓൾ ദി ബെസ്റ്റ്.